അയ്യപ്പനും മാളിയപ്പുറത്തമ്മയും കല്യാണം കഴിച്ചത്രേ. പൂമരന്റെ കണ്ടുപിടുത്താണ് കേട്ടോ. മാത്രമല്ല ഇവിടെ മഹാപ്രളയം വന്നത് മാളിയപ്പുറത്തമ്മ അയ്യപ്പനെ കല്യാണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് സങ്കടം വന്ന് പൊട്ടിക്കരഞ്ഞപ്പോഴാണത്രേ ഇവിടെ കേരളത്തിൽ മഹാപ്രളയം വന്നത്. പൂമരൻ പറഞ്ഞതാണ്. പൂമരന് ഇതിന്റെയൊക്കെ ഫലം പൂമരന് നേരത്തെ കിട്ടി. നേരത്തെ തിരഞ്ഞെടുപ്പില്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് 8 നിലയിൽ പൊട്ടി എന്നുള്ളത് കണക്കിൽ കൊടുത്തു പൂമരന്റെ നിലപാടിനുള്ള പ്രതിഫലം. ഇപ്പൊ ഞാൻ പെട്ടെന്ന് പൂമരനെ ഓർമ്മിക്കാൻ കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിനല്ല കേട്ടോ. മലയാള മനോരമയില് നമ്മുടെ പിരപ്പൻകോട് മുരളി വി എസ് അച്യുതാനന്ദന്റെ ജീവചരിത്രം പിരപ്പൻകോട് മുരളി എഴുതുന്നുണ്ട്. അത് സംബന്ധിച്ച് ഒരു പ്രത്യേക അധ്യായത്തിൽ പിരപ്പൻകോട് മുരളി പൂമരന് വേണ്ടിയിട്ട് ഒരു പേജ് മാറ്റിവെച്ചിട്ട്, ഒരു പേജല്ല, ഒരു അധ്യായം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാപിറ്റൽ പണിഷ്മെന്റ്. കേരളത്തിലെ വി എസ് അച്യുതാനന്ദനെ സ്നേഹിക്കുന്ന സഖാക്കൾ ഒരിക്കലും പൊറുക്കാനാവാത്ത അതിക്രൂരമായ അപഹാസ്യമായ നെറികെട്ട ചെറ്റ വർത്താനായിരുന്നു പൂമരൻ പറഞ്ഞിരുന്നത്. സഖാവ് വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം. സഖാവ് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് എം സ്വരാജ് എന്ന് പറയുന്ന പൂമരൻ കേരളത്തോട് വിളിച്ചു പറഞ്ഞത് നാം ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. ഒരുപാട് യുവ നേതാക്കന്മാർ കേരള രാഷ്ട്രീയത്തില് ഇങ്ങനെ ശോഭിച്ചു വരുന്നുണ്ടായിരുന്നു. ഈ പൂമരൻ എന്ന് പറയുന്ന നികൃഷ്ടനായ CPM-ന്റെ വെറുക്കപ്പെട്ടവൻ, നികൃഷ്ടജീവി. പിണറായി വിജയൻ പണ്ട് നികൃഷ്ടജീവി, പരനാറി എന്നൊക്കെ വിളിച്ചിരുന്നില്ല. ഇതൊക്കെ മുഖത്ത് നോക്കി വിളിക്കാൻ പറ്റുന്ന ഒരു വൃത്തികെട്ടവനാണ്, വെളിവ് കെട്ടവനാണ് പൂമരൻ. ഇത്ര അപഹാസ്യനായ, ഇത്ര അടിമത്തമുള്ള, ഇത്ര വിവരം കെട്ട ഒരു യുവ നേതാവെന്നല്ല, പൊട്ടൻ മണ്ടൻ. ഇവനെ കുറിച്ച് പിരപ്പൻകോട് മുരളി വളരെ കൃത്യമായി എഴുതുന്നു. എന്താ എഴുതുന്നറിയോ? യുവവായാടി എന്നാണ് പറയുന്നത്. യുവവായാടി. പിരപ്പൻകോട് മുരളി എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലെ അനിഷേധ്യ നേതാവായ പിരപ്പൻകോട് മുരളി, സഹൃദയനായ പിരപ്പൻകോട് മുരളി. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. കൊല്ലത്ത് വെച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പിരപ്പൻകോടിനെ ഞാൻ കാണുന്നത്. അതായത് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ഒരു നാടകം അവതരിപ്പിച്ചിരുന്നു. വൈലോപ്പിള്ളിയുടെ കവിതകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു നാടകമായിരുന്നു കേട്ടോ. ആ നാടകം കണ്ടു കഴിഞ്ഞപ്പോൾ RS ബാബുവാണ് പറയുന്നത്, നമുക്കതൊന്ന് കൊല്ലത്ത് അവതരിപ്പിക്കാം, അനീഷ് ഒന്ന് വരൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ നാടകം അന്ന് കൊല്ലത്ത് അവതരിപ്പിക്കുകയുണ്ടായി. അന്ന് ആ സദസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായി പിരപ്പൻകോടിനെ പരിചയപ്പെടുന്നത്. കാരണം പിരപ്പൻകോട് മുരളി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഞങ്ങൾ നാടകക്കാരെ സംബന്ധിച്ചിടത്തോളമൊക്കെ നമ്മൾ മനസ്സിലിട്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പിരപ്പൻകോട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പിരപ്പൻകോടിന്റെ ആ പ്രസാദമധുരമായ സംസാരവും ചിരിയും, അദ്ദേഹത്തിന്റെ ആ തൂവള്ള വസ്ത്രമണിഞ്ഞുള്ള അദ്ദേഹത്തിന്റെ ആ നിൽപ്പുമൊക്കെ ഇപ്പോഴും ഞാൻ ഓർത്തു പോകുകയാണ്. ഞാനിത് പറയാൻ കാരണം CPM എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൽ കാരണഭൂതത്തെ പോലെ, ഈ പറഞ്ഞ പൂമരനെ പോലെ ഒരുപാട് നൃശംസ ജന്മങ്ങളുണ്ട്, വൃത്തികെട്ടന്മാരുണ്ട്, നെറികെട്ടവന്മാരുണ്ട്. പക്ഷേ പിരപ്പൻകോടിനെ പോലെ ആദർശ ശുദ്ധിയുള്ള, എന്താ പറയാ, ഊതിക്കാച്ചിയ പൊന്ന് എന്നൊക്കെ പറയാൻ നമുക്ക് പറയാവുന്ന ഒരു നേതാവാണ് പിരപ്പൻകോട് മുരളി. വി എസ് അച്യുതാനന്ദനെ കുറിച്ച് എഴുതിയ ആ പുസ്തകത്തില് ഈ പറയുന്ന പൂമരന്റെ ആ ഒരു അധ്യായമുണ്ട് കേട്ടോ. അത് മലയാള മനോരമ കൊടുത്തത് ഇങ്ങനെയാണ്: വി എസ് അച്യുതാനന്ദന് നേർക്കുണ്ടായ ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രയോഗം അദ്ദേഹത്തെക്കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥത്തിൽ സ്ഥിരീകരിച്ച് CPM-ന്റെ മുൻ MLA പിരപ്പൻകോട് മുരളി. അങ്ങനെയാണ് മലയാള മനോരമ എഴുതുന്നത്. കാരണം ഇപ്പോഴും ഇത് ഈ പൂമരൻ പറയുന്നത്
പൂമരൻ വൃത്തികെട്ട ചിരിയും ചിരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഈ ചാനലുകളിലൊക്കെ പറയുന്നത് അതൊന്നും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. വൃത്തികെട്ടവൻ, കള്ളൻ പറയുകയാണ്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിരപ്പൻകോട് പറയുന്നു, ഇതാ പുസ്തകത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു, ഇനി എല്ലാ കാലത്തും നമുക്കൊരു ആധികാരിക രേഖയായി പൂമരന്റെ ഈ പ്രസ്താവനയുണ്ടാവും. കേരളത്തിൽ CPM എന്നുള്ള പ്രസ്ഥാനത്തിന്റെ കണ്ണേ കരളെ VS എന്നോ ലക്ഷങ്ങൾ ആർത്തു വിളിച്ച അതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല കേട്ടോ. അപ്പോഴാണ് ഈ പറയുന്ന വെട്ടാവളിയൻ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം, തൂക്കിക്കൊല്ലണം അത്രേ VS ഇവനാണ് പറയുന്നത്. യുവവായാടി എന്ന് മാത്രമേ പിരപ്പൻകോട് പറയുന്നുള്ളൂ. ഇനി പൂമരൻ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയണ്ട. പിരപ്പൻകോടിനെയാണ് ഞങ്ങൾക്ക് വിശ്വാസം, നിന്നെ അല്ലടോ. ഇതാ ബാക്കി. 2005 നടന്ന മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ VS തോൽപ്പിക്കാൻ ശ്രമം നടന്നതടക്കം പാർട്ടിക്കകത്ത് പിണറായി പക്ഷം VS നടത്തിയ നീക്കങ്ങൾ ഓരോന്നും മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ പിരപ്പൻകോട് ഈ പുസ്തകത്തിൽ തുറന്നു പറയുന്നു. 2012 തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിൽ VS ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയനാക്കണമെന്ന് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M സ്വരാജ് ആവശ്യപ്പെട്ടു എന്ന് മലയാള മനോരമയിൽ VS അനുസ്മരണ ലേഖനത്തിൽ പിരപ്പൻകോട് എഴുതിയത് വിവാദമായിരുന്നു. VS ആ അനുസ്മരണ പതിപ്പിൽ പിരപ്പൻകോട് നേരത്തെ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇവനാണവൻ എന്ന് അന്നേ പിരപ്പൻകോട് പറഞ്ഞിരുന്നു. ഇത് പുസ്തകത്തിൽ കുറെ കൂടി ആധികാരികമായി പിരപ്പൻകോട് പറഞ്ഞു വെക്കുന്നു. ഇവനാണ്, ഈ വെട്ടാവളിയനാണ് നമ്മുടെ പ്രിയങ്കരനായ VS തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞത്. പൂമരം, ഇനി നിനക്കൊന്നും കേരളത്തിൽ ഒരു രക്ഷയുമില്ലടോ. കാർത്തിച്ച് തുപ്പും നിന്റെയൊക്കെ മുഖത്ത്. നീയായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ യുവ നേതാവ് എന്നൊക്കെ പറഞ്ഞ് വേഷം കെട്ടി നടന്നിരുന്നത്. ഇതിനെ കുറിച്ച് നാളെ ഞാൻ ബാക്കി വീഡിയോ ചെയ്യുന്നുണ്ട്. വീണ്ടും നീ ആ മാളികപ്പുറത്തമ്മയെയും അയ്യപ്പനെയും കല്യാണം കഴിപ്പിച്ച കഥയൊക്കെ ഉണ്ടല്ലോ. മഹാസമ്മേളനത്തിൽ 20-ാം തീയതി കാരണഭൂതം നടത്തുന്ന ആ മഹാസമ്മേളനത്തിൽ, അയ്യപ്പ മഹാസമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ട്, ആഗോള സംഗമം എന്നൊക്കെ പറഞ്ഞിട്ട് നീ ചെയ്യുന്ന ഈ തട്ടിപ്പ്, നിന്റെ പാർട്ടി ചെയ്യുന്ന ഈ തട്ടിപ്പ് പരിപാടി ഉണ്ടല്ലോ, അന്ന് അവിടെയും നീ ഇതേ പ്രസംഗം നടത്തണമല്ലോ. മാളികപ്പുറത്തമ്മയും അയ്യപ്പനും കല്യാണം കഴിച്ച കാര്യം ഒരിക്കൽ കൂടി നീ അവിടെ പോയി പറയണം. പൂമരാ കൊണ്ടുപോണം. വാസവൻ സഖാവേ, കാരണഭൂതമേ, കൊണ്ടുപോണം പൂമരനെയും. ആ മുഖപ്രസംഗമായി ആ ആഗോള മഹാസംഗമത്തിൽ ഈ പറയുന്ന പൂമരൻ സംസാരിക്കണം. അന്ന് സംസാരിച്ച പോലെ കേരളത്തിൽ പ്രളയമുണ്ടാക്കിയത് മാളികപ്പുറത്തമ്മയാണ് എന്നും, കന്യ അയ്യപ്പന്മാരൊന്നും വരാത്ത ആ കാലത്ത്, ആ പ്രളയകാലത്ത് മാളികപ്പുറത്തമ്മ അയ്യപ്പനെ കല്യാണം കഴിച്ചു എന്നുമുള്ള ഹിന്ദു സമുദായത്തെ അവഹേളിക്കുന്ന ആ പ്രസംഗം ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് നടത്തി നോക്കണം ആ ആഗോള മഹാ അയ്യപ്പ സംഗമത്തിൽ. പൂമരൻ. ബാക്കി കൂടി നമുക്ക് കേൾക്കാം. അന്ന് നടന്നത് VS കമ്മ്യൂണിസ്റ്റ് അവതാരം എന്ന ഗ്രന്ഥത്തിൽ പിരപ്പൻകോട് ഇങ്ങനെ വിവരിച്ചു. അന്ന് നടന്ന സംഭവം VS കമ്മ്യൂണിസ്റ്റ് അവതാരം എന്ന ഗ്രന്ഥത്തിൽ പിരപ്പൻകോട് ഇങ്ങനെ വിവരിക്കുന്നു. VS പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളെ വിമർശിക്കാനായി മുൻകൂട്ടി ശിക്ഷണം കൊടുത്ത് ഒരു കൂട്ടം പ്രതിനിധികളെ തയ്യാറാക്കി നിർത്തിയിരുന്നു, അടിമക്കമ്മികളെ. അക്കൂട്ടത്തിൽ നാടും നാടിന്റെ ചരിത്രവും അറിയാത്ത ഒരു യുവവായാടിയായ പ്രതിനിധിയെ, നാടിനെ കുറിച്ചും നാടിന്റെ ചരിത്രത്തെക്കുറിച്ചും അറിയാത്ത യുവവായാടിയെ എന്നാണ് പിരപ്പൻകോട് സഖാവ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു യുവവായാടിയായ പ്രതിനിധിയെ കൊണ്ട് VS ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് വരെ പറയിപ്പിച്ചു. അതെ, VS ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് വരെ പറയിപ്പിച്ചു. കാരണഭൂതം ഇവനെ കൊണ്ട്, ഈ പൂമരനെ കൊണ്ട്. ഇത് പറയുമ്പോൾ അധ്യക്ഷവേദിയിലും പ്രസീഡിയത്തിലും ഉണ്ടായിരുന്നു ഉത്തരവാദപ്പെട്ട നേതാക്കൾ. അവർ ഊറിച്ചിരിക്കുകയായിരുന്നു. കാലം ഒരു കണക്കും ബാക്കി വെക്കാതെ പോയിട്ടില്ല സഖാക്കളെ. VS നിങ്ങൾ എത്രമാത്രം ഒതുക്കിയെന്നോ നമ്മളൊക്കെ കണ്ടല്ലോ. പക്ഷേ VS അവസാനമായ അന്ത്യയാത്രയിൽ കേരളം ഒന്നടങ്കം എങ്ങനെയായിരുന്നു ആ ധീരസഖാവിനെ യാത്രയാക്കിയത് എന്ന് നമ്മൾ കണ്ടിരുന്നു. കാരണഭൂതമേ, മറക്കരുത്. പൂമരത്തിനോട് പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം
തീട്ടക്കമ്മീനത്തിൽപ്പെടാവുന്ന അത്രയും മലം വിസർജ്യ വസ്തുവാണ് ഈ പൂമരൻ എന്ന് പറയുന്നത്. പൂമരനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ നടന്നത് കള്ളച്ചൂതാണ് എന്ന് പിരപ്പൻകോട് പറയുന്നു ഈ പുസ്തകത്തിൽ. ഞെട്ടിക്കുന്ന സത്യം കൂടി പുറത്തു വന്നു. സമ്മേളനത്തിൽ VS-നെ തോൽപ്പിക്കാനായിരുന്നു പരിപാടി. എന്നിട്ട് 342 വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. പാനലിൽ കടന്നുകൂടി. 14 ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളെ വാഗ്ദാനങ്ങൾ നൽകി പിണറായി പക്ഷം കാലുമാറ്റിച്ചിട്ടാണ് VS പക്ഷത്തെ തോൽപ്പിച്ചതെന്നും പുസ്തകത്തിൽ പറയുന്നു. കോഴിക്കോട്ടെ 2012 നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് VS-നെ ഒഴിവാക്കാനായി ഭരണഘടനാ ഭേദഗതിക്ക് വരെ കേരള ഘടകം ശ്രമിച്ചു എന്ന വെളിപ്പെടുത്തലും പുസ്തകത്തിലുണ്ട്. പാർട്ടി കോൺഗ്രസിൽ ഏറ്റവും വിശ്വസ്തനായ ഒരു പ്രതിനിധിയെ കൊണ്ട് ഭരണഘടനയ്ക്ക് ഭേദഗതി അവതരിപ്പിച്ചു. 80 കഴിഞ്ഞവർ പാർട്ടിയിലോ 75 വയസ്സ് കഴിഞ്ഞവർ പാർലമെന്ററി രംഗത്തോ പദവികൾ വഹിക്കരുത് എന്നായിരുന്നു പ്രമേയം. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കി കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമുള്ള VS-നെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് കൂടി ഒഴിവാക്കി പാർട്ടിക്ക് ആരുമല്ലാത്ത ഒരാളായി പുറത്താക്കാനുള്ള ഗൂഢനീക്കമായിരുന്നു അത്. കാരണഭൂതത്തിന്റെയും ഈ പറയുന്ന പൂമരങ്ങളുടെയും കൂടി ഒത്താശയിൽ നടന്നത്. സംഗതികളുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കിയ VS കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയാനുള്ള താല്പര്യം നേതൃത്വത്തെ അറിയിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ VS-നെ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ നടന്നത് VS-നെ പാർട്ടി വിരുദ്ധനാക്കി പാർട്ടിയിലും ജനങ്ങൾക്കിടയിലും ചിത്രീകരിക്കാനുള്ള ഔദ്യോഗിക നേതൃത്വത്തിന്റെ നാടകമായിരുന്നു എന്നുകൂടി പിരപ്പൻകോട് ഈ പുസ്തകത്തിൽ പറയുന്നു. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിലെ പോരാട്ടത്തിനൊടുവിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് VS-നെ നീക്കിയതിനെ കുറിച്ചുള്ള ഗ്രന്ഥകർത്താവിന്റെ നിരീക്ഷണം ഇങ്ങനെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം അതിങ്ങനെയാണ്: ഇത്രയേറെ സങ്കീർണമായ വിഷയത്തിൽ സാവകാശമെടുത്ത് വേണ്ടത്ര പരിശോധന നടത്താതെയാണ് ആരോപണ വിധേയനായ പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിൽ നിലനിർത്തുകയും ക്രമക്കേട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട VS-നെ PB-യിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തത്. ഇതാണ് CPM. ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് ഈ അപ്പൻകോവിന്ദനെ പോലെയുള്ള സൈദ്ധാന്തിക മൂഢന്മാർ ഇടക്കിടക്ക് പറയാറുണ്ടല്ലോ. കോമാളിക്കൂട്ടം പറയാറുണ്ട് ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല സഖാക്കളെ, അറിയില്ല. ഈ മാതിരി പൂമരനെയും വേറൊരു പെൺകുട്ടി ഉണ്ടല്ലോ, സുരേഷ് കുറുപ്പ് പറഞ്ഞ പെൺകുട്ടി, ഞാൻ പേര് പറയുന്നില്ല. ഇമാതിരി കുറെ വേതാളങ്ങൾ നിങ്ങൾ 20-ാം തീയതി അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും പിരപ്പൻകോടിന്റെ പുസ്തകം ആധികാരിക രേഖയായി നമ്മുടെ മുമ്പിലുണ്ട്. ഇനി പൂമരൻ ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പ്രമുഖ ചാനലുകളോ വന്നിരുന്നേ ഞാൻ എങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയണ്ട പൂമരമേ. കാരണം ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, നിന്നെക്കാളൊക്കെ ഞങ്ങൾക്ക് വിശ്വാസം പിരപ്പൻകോട് മുരളിയെയാണ്. നീയൊക്കെ 1000 ജന്മം ജനിച്ചാലും പിരപ്പൻകോട് മുരളിയുടെ അടുത്തുപോലെ എത്തില്ല കേട്ടോ. തൽക്കാലം ഈ വീഡിയോയിൽ ഇത്രമാത്രം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.